ഇതൊരെണ്ണമെല്ലാം കഴിയൂ. ഇവനേ മാർത്തായത് അറിയില്ല, ഞാനും ആദ്യമായിട്ട് അവനെ വിളിക്കുന്നത്. ತಾಳಿ ತಗೊಳ್ಳಿ. ತಗೊಳ್ಳಿ. കെട്ടിയോ? ഇല്ല, ഭാഗ്യം. എന്താ ശിവ, എന്തായി കാണിക്കണേ? എടാ സിദ്ധാർത്ഥ് അയ്യറേ, പാട്ടുകാരാ, നിർത്തി തരടാ നിന്റെ പാട്ടും കൂത്തും. ഓ, എന്റെ അങ്ങളെ പറയാം, ധൃതി പിടിക്കില്ലേ. ആദ്യം ഒരു ബിൽഡപ്പ് ഒക്കെ വേണ്ടേ? ഇത് ഏനു ಗೊತ್ತಾന്ന് നമുക്ക്. ഇത് ഇന്നത്തെ ഉദയവാണി പത്രം. ഇതിൽ എന്താ എഴുതിയേക്കുന്നെന്ന് നിനക്കറിയാമോ? കന്നഡ ಗೊತ್ತಿಲ್ಲ. നീ ಗೊತ್ತണ്ടടാ, ಗೊತ್ತಾൻ ഇവിടെ വേറെ ആളുകളുണ്ട്. എടാ ശിവ, നീ കല്യാണം മുടക്കോ? ഈ കല്യാണം മുടങ്ങും, പക്ഷെ കുറച്ച് മാറ്റങ്ങളോടെ ഇവിടെ വെച്ച് തന്നെ നടക്കുകയും ചെയ്യും. അത് പിന്നെ പറയാം. ഇതില് നിങ്ങളെല്ലാരും ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഞെട്ടാൻ റെഡി ആയിക്കോ. 3 ദിവസം മുമ്പ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ വെച്ചൊരു അപകടം ഉണ്ടായി. എന്നിട്ടെന്താ അതിലുണ്ടായിരുന്നു തട്ടിപ്പ്. ശിവ, നിനക്ക് എന്താ വേണ്ടത്? അതായത് സിദ്ധാർത്ഥ് അയ്യർ എന്ന കള്ളപ്പേരിൽ ഇവിടെ വന്ന് നമ്മളെയൊക്കെ പറ്റിക്കുന്ന ഈ തെണ്ടി അപകടത്തിൽ മരിച്ചുപോയി ഓമനക്കുട്ടനാണ്. അതെ, മരിച്ചുപോയി ഓമനക്കുട്ടൻ. പടമുണ്ട്. രണ്ടുപേരും കൂടെ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കരുതല്ലേ. എന്തായാലും നീ മരിച്ചു എന്ന് പത്രത്തിൽ വാർത്ത വന്നു. ഇനിയിപ്പൊ നീ ജീവിച്ചിരിക്കുന്ന മോശമല്ലടാ. ആ താലിയും കൊടുത്താടാ, താടാ ഇങ്ങോട്ട്. പല നിനക്കറിയില്ലടാ. പോയി പിടിയടാ.
എന്ത് എന്തൊക്കെയാ അവൻ പറഞ്ഞത്? ഞാൻ മരിച്ചെന്നോ? അതെങ്ങനെ ശരിയാവും? ശരിക്കും നീ ആരാ? അതല്ലേ എനിക്കും അറിയാത്തത്. ഒരു ദിവസം രാവിലെ എല്ലാം മറന്നു പോവാം, എന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ ന്യൂസ് വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പ്ലാൻസ് ഒക്കെ പൊളിഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ടാ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുക? ഒരു 5 പൈസ എനിക്ക് കിട്ടുന്ന തോന്നുന്നില്ല. ഗോസ്റ്റ് ഹണ്ടിങ്, മണ്ണ കട്ട, ഒരു കോപ്പോലും നടക്കില്ല. അതിന് ഞാൻ എന്താ ചെയ്തു? അല്ലെങ്കിലും തനിക്ക് തന്റെ കാര്യം മാത്രം മതിയല്ലോ, ബാക്കിയുള്ളവരോടും. അതേടോ, എല്ലാം എന്റെ മിസ്റ്റേക്കാ. നടു റോട്ടിൽ ആന ഏത് ചേന ഏതെന്ന് തിരിച്ചറിയാൻ നിന്ന് നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയില്ലേ? എന്നെ പറഞ്ഞാ മതി. ഹെൽപ്പോ? തന്റെ പ്ലാൻസ് നടക്കണം, അതിനല്ലേ തന്നെ വിളിച്ചോണ്ട് പോയത്, അല്ലാതെ എന്നെ അങ്ങ് സഹായിച്ച് രക്ഷിക്കാനൊന്നുമല്ലോ. അതെ, എന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി തന്നെയാ. അല്ലാതെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ടേ എന്റെ ബോധം പോയിട്ടൊന്നുമില്ല. അപ്പൊ താൻ എന്നെ തന്റെ മറ്റെടുത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞൊക്കെ നുണയായിരുന്നല്ലേ? അതെ, തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒറ്റ പ്രാവശ്യം കണ്ട എന്നെ അബദ്ധമായല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പോഴാ അതെ, എന്നാ പിന്നെ തനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി അങ്ങ് ഓടിയ മതിയായിരുന്നില്ലേ? ഇതിപ്പോ ഞാനും കൂടി ചേർന്ന് പ്ലാൻ ചെയ്താന്നല്ലേ എല്ലാവരും വിചാരിക്കാം. താനും കൂടിയല്ല, താൻ മാത്രമാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. എനിക്ക് ഇങ്ങനെ കള്ളത്തരൊന്നും കണ്ട് ശീലമില്ല. എന്തോ ഉറപ്പ്? ഡോ, തനിക്ക് എന്താടോ ഇത്ര ഉറപ്പ്? തന്നെ കണ്ടാൽ അറിയാലോ ഒരു ഫ്രോഡാണെന്ന്. ഓർമ്മ പോയി, ബോധം പോയി, ഇനി എങ്ങോട്ട് പോണോന്നറിയില്ല, എന്ത് ചെയ്യണോന്നറിയില്ല. എന്തൊക്കെയായിരുന്നു ഇപ്പതാ ചത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസും. ഫ്രോഡ് ഫ്രോഡ് ഞാനല്ല, നീയും. വീട്ടുകാരുടെ കാശ് എടുത്ത് മാറ്റിക്കൊണ്ട് ഫോറിൻ ട്രിപ്പ് പോകാനല്ലായിരുന്നു നിന്റെ പ്ലാൻ. കള്ളി, പേരും കള്ളി. ഡോ, തന്റെ ഈ പൊട്ടക്കഥ ദയവ് ഇതിനി ആരോടും പറയാൻ നിൽക്കണ്ട. ആരും വിശ്വസിക്കാൻ പോണില്ല. എനിക്ക് തന്നെ ഇപ്പൊ ചില ഡൗട്ട്സ് ഒക്കെ തോന്നുന്നു. അതെ, ആ SI പറഞ്ഞ പോലെ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ? അതിനെനിക്ക് വട്ടൊന്നുമില്ലല്ലോ. എടോ, നമുക്ക് എന്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോയാലോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് കിട്ടുന്ന പൈസയും കൊണ്ട് നമുക്ക് സ്ഥലം വിടാം. പിന്നെ തരം പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാലോ. മാഡം, എന്റെ ഓർമ്മയെ പോയിട്ടുള്ളൂ, ബുദ്ധി പോയിട്ടില്ല. തന്റെ വാക്കും വിശ്വസിച്ച് ഞാൻ തന്റെ വീട്ടിലേക്കും പറഞ്ഞു. എന്നാലേ താനിവിടെ ഇറങ്ങി, എനിക്ക് പോണം. ഞാൻ ഇവിടെ ഇറങ്ങുള്ളൂ. എന്നിട്ട് താനെന്ത് ചെയ്യും? വേറൊരുത്തനെ വിളിച്ചോണ്ടിട്ട് അവനല്ല ഇവനാണ് ശരിക്കുള്ള സിദ്ധാർത്ഥ എന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്റെ പ്രശ്നം സോൾവ് ചെയ്യാം, എന്നിട്ട് തന്റെ കൂടെ വീട്ടിലേക്കോ ഏത് നരകത്തിലേക്കോ വേണേലും ഞാൻ. എടോ, തന്റെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാനാണ്? തന്നെ കൊണ്ട് ഈ മൈസൂർ മൊത്തം ഞാൻ കറങ്ങിയതല്ല. ആകെ പത്രത്തിൽ വന്നൊരു ന്യൂസും ഉണ്ട്. ഓ ഷിറ്റ്. പറഞ്ഞല്ലോ പത്രം ഇവിടെ. ഓക്കെ, അതായത് ക്ലിൻറ്റോണിക്ക എന്ന ഹെയർ ഓയിൽ കമ്പനിയുടെ മൈസൂർ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ഓമനക്കുട്ടൻ 3 ദിവസം മുമ്പുണ്ടായി എന്ന് കരുതപ്പെടുന്ന ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകടത്തിൽ കൂടെ ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന ടാക്സി ഡ്രൈവർക്കായി തിരച്ചിൽ തുടരുന്നു. അവർക്ക് ഈ ഫോട്ടോ എങ്ങനെ കിട്ടി? ആവോ, എങ്ങനെയോ കിട്ടി. അതിന് താനെന്തിനാണോ പേടിക്കണേ? ഈ ന്യൂസിൽ പറയുന്ന പോലെ താൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. എന്താ ഇതിന്റെ അർത്ഥം? ഒന്നിലെ ഏതെങ്കിലും ഓമനക്കൂട്ടൻ ആക്സിഡന്റിൽ മരിച്ചു, അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഓമനക്കൂട്ടൻ. എന്തായാലും എന്തോ ഒരു കൺഫ്യൂഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ പറയുന്ന ഈ ഓമനക്കുട്ടൻ താൻ തന്നെയാണെന്നാ. അതെന്താ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? ആ കഞ്ഞി പേര് എനിക്ക് നന്നായി ചേരും, ഓമനക്കുട്ടൻ. എന്റെ പേര് ഓമനക്കൂട്ടൻ ഒന്നുമല്ല, ഞാൻ മൈക്കിളാ. മൈക്കിൾ.
താൻ അതങ്ങോട്ട് ഉറപ്പിച്ചോ? ഈ കഴിഞ്ഞ 5-6 ദിവസത്തിനിടയിൽ എന്നെ അറിയാവുന്ന ഒരാളെയല്ലേ നമ്മൾ കണ്ടുള്ളൂ. അയാൾ എന്നെ വിളിച്ചത് ഓമനക്കുട്ടൻ നല്ലല്ലോ, മൈക്കിൾ നല്ലേ. പിന്നെന്താ? എടോ, തനിക്ക് അങ്ങനെ തോന്നണെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? അതും കൊള്ളാം. ഈ പേര് മാത്രം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? മൈക്കിൾ ആരാന്ന് കണ്ടുപിടിക്കണ്ടേ? അയാളുടെ ജോലി, whereabouts, ലൈഫ്. തനിക്കിതൊന്ന് നിർത്താവോ? ഈ നീണ്ടു പരന്ന് കിടക്കുന്നതാണ് മൈസൂർ സിറ്റി. ഇതിനകത്ത് ഇനി തന്നെ എവിടെ പോയി തേടാനാടോ? ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. താൻ തന്നെ ഇരുന്ന് ആലോചിക്കണം തനിക്ക് എന്താ പറ്റിയെന്ന്. വേണമെങ്കിൽ ഞാനും ആലോചിക്കാം. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ആകെ ഓർമ്മയുള്ളത് ആ ഗാർബേജിലെ മണവും തലക്കുണ്ടായിരുന്ന വേദനയാണ്. വേദനയോ? എന്ത് വേദന? ഞാൻ ആ ഗാർബേജിൽ നിന്ന് പുറത്തു വരുമ്പോ എന്റെ തലയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അതന്നെ തലക്കിട്ട് ആരെങ്കിലും അടിച്ചായിരിക്കും. വെയിറ്റ്. തലക്കടി, പെയിൻ, മെമ്മറി പോയി. ഡോ, ഞാനൊരു നമ്പർ ഇട്ട് നോക്കിയാലോ? ഏറ്റാൽ ഏറ്റു. താൻ എന്തെങ്കിലും ചെയ്യും.